ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യ ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും. ജസ്റ്റിസ് ദിബാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അച്യുതൻ, നാളെ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ് ഈ ജാമ്യ ഹർജി. ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? അമൃത, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ അപ്പീലാണ് നാളെ സുപ്രീം കോടതി പരിഗണിക്കാനായിരിക്കുന്നത്. ജസ്റ്റിസ് ദിബാങ്കർ ദത്തയുടെ ബെഞ്ചായിരിക്കും ഈ അപ്പീൽ പരിഗണിക്കുക. ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് സമീപിച്ച പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചതും ജസ്റ്റിസ് ദിബാങ്കർ ദത്തയുടെ ബെഞ്ചായിരുന്നു. പക്ഷെ അതിൽ എസ് ജയശ്രീക്ക് മാത്രമായിരുന്നു കോടതിയിൽ നിന്നൊരു ആശ്വാസം ലഭിച്ചത്. ബാക്കിയുള്ളവരുടെ എല്ലാം ജാമ്യാപേക്ഷ തള്ളുകയാണ് ഉണ്ടായത്. ഈ കേസിൽ പ്രധാനമായി പങ്കജ് ഭണ്ഡാരി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കുറ്റകൃത്യത്തിൽ തനിക്ക് പങ്കില്ല, നിയമവിരുദ്ധമായാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ അപ്പീൽ നൽകിയിരിക്കുന്നത്. കേസിൽ പ്രതിയാക്കിയതിനെതിരെയും ഒപ്പം തന്നെ കേസിൽ ജാമ്യം നൽകണം എന്നീ രണ്ട് ആവശ്യങ്ങളാണ് ഈ അപ്പീലിലുള്ളത്. നേരത്തെ ഇതേ ആവശ്യവുമായി കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കേരള ഹൈക്കോടതി പങ്കജ് ഭണ്ഡാരിയുടെ അപ്പീൽ ജാമ്യാപേക്ഷ തള്ളുകയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നാളെ ഇതിപ്പോൾ കോടതി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ ഏറെ നിർണായകമാണ്. കേസിൽ ഇതുവരെ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുമ്പോൾ കോടതി നടത്തിയ പല നിരീക്ഷണങ്ങൾ അത് ഏറെ സുപ്രധാനമായിട്ടുള്ള ഒന്നായിരുന്നു. നാളെ ഇപ്പോൾ ജസ്റ്റിസ് ദീപങ്കർ ദത്തയുടെ ബെഞ്ചാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.